ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. കോളേജിൽ ഒക്കെ ഞാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലങ്ങനെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ചെയ്യാം. അപ്പം ഗായ്സ്, ഞാൻ നേരത്തെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 5:30 എഴുന്നേക്കും. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പം ട്രെയിൻ വരും. അങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി കരുനാഗപ്പള്ളിയിൽ പോകും, കരുനാഗപ്പള്ളിയിൽ നിന്ന് വേറെ ട്രെയിനിൽ പോകും. അങ്ങനെ കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോ ആക്കി ചെയ്യാം. എന്തായാലും ഇന്നത്തെ കാര്യം. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു 10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വന്നു. പക്ഷേ 7 മണിയപ്പോൾ എഴുന്നേറ്റ് മണ്ടയ്ക്ക് ഒന്നൊരു വിളി വന്നില്ല, താഴെ ഒരു വിളി വന്നു, 6 എഴുന്നേക്കാൻ പറഞ്ഞു. ഞാനെന്തായാലും നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിക്കാം. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, സ്പീക്കർ. പിന്നീട് ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം. ഞാൻ സാധാരണ ഇവിടെ ചായ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഞാൻ ചായ പിന്നെ ചായയുടെ ഫാൻസ് ആയി. അതുകൊണ്ട് എൻ്റെ ചായ പറ്റി എന്താണോ, എൻ്റെ ചായ പറ്റി നമ്മൾ നമുക്ക് ചായ കുടിക്കാം. നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഇതിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. ഞാൻ ഈ ചായ ശീലം ഭയങ്കര ഉള്ള ഒരാളല്ല. ഞാനങ്ങനെ വലിയൊരു ചായ ഒന്നും കുടിക്കത്തില്ല. പിന്നെ ഞാൻ ഇട്ടോണ്ട് ഞാനും കുടിച്ചത്. ഞാൻ കുളിക്കാൻ പോവാണ്, മുടിയിൽ എണ്ണ തേച്ച്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് എന്താണ് രാവിലെ കുളിക്കണമെന്നാണ്, കുളിക്കാൻ പോവാണ്. അതിന് അമ്മ എണ്ണ തേച്ച് തരാണ് ഗൈസ്. മുടി ഇന്ന് കുളവാക്കുമെന്ന് തോന്നുന്നു ഗൈസ്. മതി അയ്യോ. ഗൈസ്, ഞാനങ്ങനെ സാധാരണ തന്നെ ഒറ്റയ്ക്കാണ് മുടിയിൽ എണ്ണയൊക്കെ തേക്കാറ്. അമ്മയൊന്നും തേച്ചൊന്നും തരത്തില്ല. എന്നാൽ ദീപാവലി ആയതുകൊണ്ട് എനിക്ക് തേച്ച് തരുന്ന കേട്ടോ. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയായിരുന്നു. ഇടക്കുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അമ്മയുടെ വീട്ടിൽ പോകാനുണ്ട്. ചുമ്മാതെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട്. ചേച്ചി വരുന്നില്ലെന്ന് തോന്നി, അറിയത്തില്ല. ഞാനും അമ്മയും കൂടെ പോകാനോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അതിൽ റെഡി ആയിട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോവാം. ഗായ്സ്, നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് അങ്ങനെയൊന്നും ഇടാറില്ല. ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവ്യയുടെ ലിപ് ബാം, നിവ്യയുടെ കേട്ടോ. പിന്നെ ഞാൻ സൺസ്ക്രീൻ, ഇപ്പം മഴ ഒക്കെ ഇന്ന് വെയിലില്ല, മഴയാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ സൺസ്ക്രീൻ ഹൈഫണിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം വെയിലില്ലെങ്കിലും ചിലപ്പോൾ പോകുന്ന വഴിക്ക് വെയിലുണ്ടെങ്കിലും, അതുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ സൺസ്ക്രീൻ തേക്കാതെ പുറത്ത് പോയത് ഗൈസ് പ്രശ്നമാണ്. കയ്യിലൊക്കെ തേക്കാം. ഇത് ഓവറായത് കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഓയിലി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ
പക്ഷെ ഇത് നല്ല റിവ്യൂവും കാര്യങ്ങളും ഉള്ള സൺസ്ക്രീൻ കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവാം. ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ലക്ഷ്മി ഇല്ല, ലക്ഷ്മി മടിച്ചാ, അവളില്ല. കൊള്ളത്തില്ലെന്നൊന്നും കുഴപ്പമില്ല, ഇത് ചുമ്മാതിടുന്ന ഒരു വ്ളോഗാ. ഇത് ഡേ ഇൻ മൈ ലൈഫാ. ഒരു ഹായ് കൊടുത്തിരിക്കും. ഹായ് ഗൈസ്. ഗൈസ്, അമ്മയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പം സമയം എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാൻ ഇവിടെ തൊപ്പി വെച്ചുകൊണ്ടാണ് അവിടുന്ന് ഇവിടം വരെ വന്നത്. അപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ ദീപാവലിയൊക്കെ അടിച്ചു പൊളിച്ചോ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. സെറ്റാണ്, എല്ലാവരും പടക്കമൊക്കെ മേടിച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മളെ ദീപാവലി എന്താണ് ഇങ്ങനെ പോകുന്നു. വിളക്ക് കത്തിക്കണം കേട്ടോ ദീപാവലിക്ക്. വിളക്ക് നമ്മൾ ഒരു പപ്സ ഭാരതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ ചേച്ചിയുടെ പപ്സ് മേടിക്കാൻ പോയി, പക്ഷെ കിട്ടിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. പപ്സ് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടാൻ ചാൻസ് കുറവാണ്. കിട്ടുമോ എന്നറിയത്തില്ല, നോക്കാം. ഞാനിവിടെ ലക്ഷ്മി ബേക്കറി വന്നിട്ട് ഇവിടെ ആണെങ്കിൽ റിവ്യൂ പറയാനൊക്കെ വിളിച്ചായിരുന്നു പപ്സിനെ പറ്റിയിട്ട്. പിന്നെ അവിടെ പപ്സ് കഴിച്ചു. ഹായ് പറ. നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നു. ഞാൻ പപ്സ് മേടിക്കാൻ കടയിൽ ചെന്നപ്പോൾ അവിടെ റിവ്യൂ പറയാൻ വേണ്ടി നമ്മളുടെ പപ്സിനെ പറ്റി റിവ്യൂ പറയാൻ വേണ്ടി കുറേ മാമന്മാരൊക്കെ വന്നു. ഇനി ഇവിടുന്ന് കുറച്ച് കാര്യം കഴിഞ്ഞിട്ട് പോകത്തെ ഉണ്ട്. ഗൈസ്, ഞാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്ത കാര്യമല്ലായിരുന്നു. പിന്നെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഡേ ഇൻ മൈ ലൈഫ് ഇല്ല. കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ലായിരുന്നു. എന്തായാലും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. നമുക്ക് ഇനിയും തുടരെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്താണ്, സെറ്റ് ലൈഫാണ്. കോളേജിൽ എന്താണ് പോവാൻ, വീട്ടിൽ എന്തായാലും തിരിച്ച് വരാൻ പറ്റും. ഞാൻ ഹോസ്റ്റലിലൊന്നുമല്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും വീട്ടിലുണ്ട്. പിന്നെ വൈകുന്നേരം വരുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ്, എന്നാലും എപ്പോഴും വീട്ടിലുണ്ടല്ലോ. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ടാറ്റ. ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ അടുത്ത വ്ളോഗ് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ടാറ്റ.